കാസർഗോഡ് പൈവളികെ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ അവിടെ ഒരു അവിശ്വാസ പ്രമേയം വന്നു. ആ പഞ്ചായത്തിൽ അവിടെ LDFിൻ്റെ 8 അംഗങ്ങളും BJPയുടെ 8 അംഗങ്ങളുമുണ്ട്. ലീഗിന് 2ഉം കോൺഗ്രസ്സിന് 1 അംഗവുമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ BJP കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ കോൺഗ്രസിൻ്റെ അംഗം, അദ്ദേഹം അവിനാഷ് മച്ചാട് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് അംഗം ആ പ്രമേയത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അതേസമയം തന്നെ UDFിലെ 2 മുസ്ലിം ലീഗിലെ 2 അംഗങ്ങൾ LDF പഞ്ചായത്ത് ഭരണസമിതിയുടെ രക്ഷയ്ക്ക് വന്നു. അങ്ങനെ ആ പഞ്ചായത്ത് ഭരണസമിതി പുറത്താകാതെ മുന്നോട്ട് പോകുന്നു. സിജു കണ്ണൻ ചേരുന്നു. സിജു, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഷമി, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അതിന്റെ ചൂടിലെത്തി നിൽക്കുന്നതിനിടെയാണ് കാസർഗോഡ് പൈവളികയിൽ നമ്മൾ BJP കോൺഗ്രസ് കൂട്ടുകെട്ട് കഴിഞ്ഞ ദിവസം കണ്ടത്. പഞ്ചായത്ത് ഭരണസമിതി, പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം LDFിനാണ് പൈവളിക ഗ്രാമപഞ്ചായത്തിന്റെ. ഇതിനിടയിൽ 2 ദിവസം മുമ്പാണ് BJP ഇവിടെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. ഈ പഞ്ചായത്തിലെ കക്ഷിനില LDFന് 8, BJPക്ക് 8, UDFന് 3 എന്നിങ്ങനെയാണ്. UDFിന്റെ 3 അംഗങ്ങൾ എന്ന് പറയുന്നത് 2 മുസ്ലിം ലീഗ് അംഗങ്ങളും 1 കോൺഗ്രസ് അംഗവുമാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്ന വോട്ടെടുപ്പ് നടന്നപ്പോഴാണ് BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് മറന്നേക്ക് പുറത്തു വരുന്നത്. BJP കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ BJP അംഗങ്ങളായ 8 പേർക്കൊപ്പം ഒരാൾ കൂടി വോട്ട് ചെയ്തു. അത് കോൺഗ്രസിന്റെ ഏക അംഗമായ അവിനാഷ് മച്ചാദോയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ BJPയുമായി കൂട്ടുകൂടിയുള്ള ഈ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായൊരു നിലപാട് UDFിനകത്തെ പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നതാണ് നമുക്ക് പൈവളികയിൽ നിന്ന് കാണാൻ സാധിച്ചത്. മുസ്ലിം ലീഗിന്റെ 2 അംഗങ്ങൾ ഈ അവിശ്വാസ പ്രമേയത്തെ എതിർത്തുകൊണ്ട് LDFിന് അനുകൂലിച്ച് വോട്ട് ചെയ്തു. അങ്ങനെ LDFിന്റെ 8 അംഗങ്ങൾ, മുസ്ലിം ലീഗിന്റെ 2 വോട്ട് ഉൾപ്പെടെ 10 വോട്ട് ലഭിച്ചു. അതേസമയം BJPക്ക് കോൺഗ്രസിന്റെ 1 അംഗത്തിന്റെ വോട്ട് ഉൾപ്പെടെ 9 വോട്ട് ലഭിച്ചു. അങ്ങനെയാണ് ഈ അവിശ്വാസ പ്രമേയം പരാജയപ്പെടുന്നത്. വലിയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു തിരഞ്ഞെടുപ്പ് മുന്നിലെത്തി നിൽക്കെ കോൺഗ്രസിന്റെ ഈ കൂട്ടുകെട്ട് ജില്ലയിലാകെ തന്നെ വലിയ ചർച്ചയായി മാറുകയാണ്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധമുയരുന്നു. പൈവളികയിൽ തന്നെ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള ഒരു മേഖലകളുണ്ട്. അത്തരം മേഖലകളിലെല്ലാം തന്നെ കോൺഗ്രസിനെതിരെ ശക്തമായ ഒരു വിമർശനവും പ്രതിഷേധവുമാണ് നിലനിൽക്കുന്നത്. വലിയ ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നോട്ടീസ് നൽകിയതാണ്. എന്നാൽ ഇത്തരത്തിൽ കോൺഗ്രസിനകത്തെ ഒരു അംഗം BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ കോൺഗ്രസിന് ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. തൊട്ട് മുമ്പത്തെ ദിവസം, ഞായറാഴ്ച ദിവസമടക്കം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ മഞ്ചേശ്വരം മേഖലയിലെ പ്രചാരണത്തിൽ വളരെ സജീവമായിരുന്നു ഈ അവിനാഷ് മച്ചാദോ. വൈകുന്നേരങ്ങളിൽ വരെ UDFിന് വേണ്ടി പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം, പിറ്റേ ദിവസം അവിശ്വാസ പ്രമേയത്തിൽ ചർച്ച നടക്കുമ്പോൾ BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് വളരെ രസകരമായ കാര്യം. ഏതായാലും ജില്ലയിൽ UDF സംവിധാനത്തിൽ ശക്തമായ പ്രതിഷേധം മുസ്ലിം ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഈ രാഷ്ട്രീയ നിലപാടിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച് ഈ അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ തന്നെ മുസ്ലിം ലീഗ് രംഗത്ത് വന്നു എന്നുള്ളതാണ്. 2 അംഗങ്ങൾ LDFിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമുയരുകയാണ്. ഈ പ്രതിഷേധം മുന്നിൽ കണ്ടിപ്പോൾ താൽക്കാലികമായി മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. വലിയ ചർച്ചയും പ്രതിഷേധവും ഉയരുമ്പോൾ അവിനാഷ് മച്ചാദോയെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്നാണ് DCC പ്രസിഡന്റ് PK ഫൈസൽ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ നടപടിയെക്കുറിച്ച് DCC പ്രസിഡന്റ് അറിയിച്ചത്. ഇത്തരത്തിൽ ഒരു അവിശ്വാസ പ്രമേയം നടക്കുമ്പോൾ കോൺഗ്രസ് അംഗത്തെ ബന്ധപ്പെടുന്നതിനോ രാഷ്ട്രീയമായി ഇയാൾക്കുണ്ടാകുന്ന മാറ്റം തിരിച്ചറിയാനോ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ കോൺഗ്രസിനകത്ത് നിന്ന് പല നേതാക്കളെയും അടർത്തിയെടുത്തുകൊണ്ട് പോകാനുള്ള ഒരു നീക്കം BJP സംസ്ഥാന വ്യാപകമായി നടത്തുന്നുണ്ട്.